ഈ ട്രെയിനിൽ വെച്ചുള്ളൊരു സെൽഫി ഒരു സന്തോഷത നിമിഷത്തിലേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ. വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്തോട്ടുള്ളൊരു യാത്രയാണ് ഇത്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ള ഇരിപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ തന്നെ നല്ല വൈബാട്ടോ. നല്ല നെൽകൃഷികളും പാടങ്ങളും വയലുകളും കുറേ തരം കാഴ്ചകൾ, നമ്മുടെ അവിടെ ഇല്ലാത്ത തരം പ്രത്യേക കാഴ്ചകളാണ്. തമിഴ്നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്, ഒരു പ്രത്യേകതരം മനസ്സിന് കുളിർമ തോന്നും യാത്ര ചെയ്തു വരുമ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി സീറ്റൊക്കെ പിടിച്ചു കുർബാന തുടങ്ങണേക്കാലം മുമ്പ് മാതാവിൻ്റെ രൂപത്തിൽ നല്ലൊരു പ്രത്യേക ഐശ്വര്യമാണ് കേട്ടത്. തുടങ്ങണേക്കാലം മുമ്പ് കാഴ്ചവെപ്പിനായിട്ട് ആൾക്കാർ അവിടെ വന്ന് അൾത്താരയുടെ മുമ്പിൽ സമർപ്പിക്കേണ്ട തിരക്കാണ് കാണുന്നത്. അപ്പം അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ കുർബാനയൊന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല, അവിടെ അലവിടല്ല അവിടെ കുർബാന പിടിക്കണതിനൊന്നും. പക്ഷെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് തിരക്ക് കഴിയുമ്പോൾ അകത്ത് വെച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് അകത്തോട്ട് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പള്ളിയുടെ അകത്ത് വെച്ച് തന്നെ. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. കണ്ണ് തുറക്കാൻ പറ്റില്ല, അതിന് വീണ്ടും വെയിലായിരുന്നു. പിന്നെ രാത്രിയാണെങ്കിലും പ്രത്യേക വൈബായിരുന്നു. ഞങ്ങൾ 6 മണിക്കത്തെ കുർബാനയ്ക്ക് ശേഷം പോയതിന് ശേഷം പതുക്കെ പള്ളിയുടെ പുറത്തോട്ട് ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ കുർബാനയും കൂടും കേട്ടോ. രാത്രി നല്ല രസമാണ് നമുക്ക് പോകാനായിട്ട്. നമ്മുടെ ഇവിടങ്ങളിൽ പോലെ അല്ല, പൊതുവെ നല്ല അന്തരീക്ഷമാണ് അവിടെ. ഇവന്മാരാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. 2 പേർക്കും ബീച്ചിൽ പോകാനുള്ള ഓട്ടത്തിലാണ്. ബീച്ചിൽ ചെന്നപ്പോൾ തുടങ്ങി ബീച്ചിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഓടി ഒരുത്തനാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ കയറിയിരിക്കുന്നത്. വണ്ടി കണ്ടപ്പോൾ അവന് വണ്ടിയിൽ കയറണം. ബീച്ച് അത് കഴിഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞ് ഓടി കയറി ഇരിക്കുന്നുണ്ട്. കയറിയാൽ വേണം, അപ്പടി പേടിയാണ് എല്ലാത്തിനും. അപ്പം മൂത്തവന് കയറാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു കുശുമ്പ് കണ്ടിട്ടോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ബീച്ചിൻ്റെ സൈഡിലോട്ടെത്തി. ബീച്ചിൻ്റെ അവിടെ നല്ല രസമാട്ടോ, നല്ലൊരു വൈബ്, നല്ല തിരക്ക്. അങ്ങനെ തിരക്കായിട്ടും അങ്ങനെ കാര്യമായിട്ടുള്ള തിരക്കില്ല, എന്നാലും നല്ലൊരു ഇതായിരുന്നു. നമുക്ക് വെള്ളത്തിൽ കുളിക്കാനുള്ള ഇതാണ്. ഞാൻ അധികം ഇറക്കിയില്ല, ജസ്റ്റ് കാലം നനച്ചാൽ. പിന്നെ റൂമിൽ നിന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ച് പിന്നെയും പിറ്റേ ദിവസം പള്ളിയിലോട്ട് ഞങ്ങൾ പോയി. ഞങ്ങൾ 3 ദിവസത്തെ ട്രിപ്പായിട്ടാണ് കേട്ടോ പോയത് വേളാങ്കണ്ണിയിൽ. അപ്പോൾ നല്ല ഇതായിരുന്നു. ഫാമിലി ലീവായിരുന്നു. നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു മഴയൊക്കെ കിട്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാനും ചേച്ചിയൊക്കെ പള്ളിയിൽ പോകുന്ന സമയത്ത് മഴ കിട്ടിക്കഴിഞ്ഞപ്പോഴും പിന്നെ അങ്ങോട്ട് നടന്നു. എന്നുവെച്ചാൽ വലിയ മഴയായിരുന്നില്ല, ചെറുതായിട്ടൊരു മഴ കിട്ടി ഞങ്ങൾക്ക് പോയി കഴിഞ്ഞപ്പോൾ. എന്നാലും വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. തിരക്കുകൾ കുറവായിരുന്നു ഈ പ്രാവശ്യം പോയി വന്നപ്പോൾ. ഞാൻ കുറേ ദിവസം വീഡിയോ ഇടണമെന്ന് ഓർത്തിരിക്കണം. ഞങ്ങൾ പോയി വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു. ഇത് ഓരോ ആൾക്കാർ മാതാവിനോടുള്ള നേർച്ചയാണ് ഈ കാണിക്കണം കേട്ടോ. എന്തൊക്കെ അതിശയങ്ങളാണല്ലോ നമ്മുടെ ഈ വേളാങ്കണ്ണി പള്ളിയിൽ നടക്കുന്നത്. കാണാനും ഉണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് നല്ല ഇത്. നമ്മൾ പോയിട്ടുള്ള പൊതുവെ എല്ലാവർക്കും അറിയാമല്ലോ അവിടുത്തെ കാഴ്ചകൾ. എന്ത് രസമാണല്ലേ, കുറേ ഫോട്ടോസ് എടുക്കാനാണെങ്കിലും എല്ലാം. ക്ലൈമറ്റും സീനറി ഒന്നും വേണ്ട, അതുപോലത്തെ തരം ക്ലൈമറ്റുകളും കാര്യങ്ങളും പലതരം കാഴ്ചകളും. പിന്നെ എല്ലാവർക്കും മാതാവിനോടുള്ളൊരു വിശ്വാസമാണല്ലോ പൊതുവെ. നമ്മൾ ഇത്രയും